ജനിച്ച ഉടനെ കുട്ടികളുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ഫത്വയിലൊക്കെ കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകളൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ഹദീസിലൊക്കെ എന്തുണ്ട്, ദുർബലതയുണ്ട്. ആ ഹദീസ് സ്വഹീഹാണ് എന്ന് കണക്കാക്കുന്ന പല പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകനായ ഇബ്രാഹിമിന് പേര് വെച്ചതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇബ്രാഹിമിൻ്റെ വലത്തിൽ ബാങ്ക് കൊടുക്കുകയും അടുത്ത് ഇഖാമത്ത് കൊടുക്കുകയായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അതേപോലെ അൻസാരികളായ പല ആളുകളും അവരുടെ കുട്ടികളെ തഹ്നീക്ക് ചെയ്യാൻ, ഈത്തപ്പഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീരും കലർത്തിയിട്ട് കൊടുക്കാനും മറ്റുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുവന്നതൊക്കെ വ്യത്യസ്ത റിവായത്തുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇങ്ങനെ ബാങ്കും ഇഖാമത്തും കൊടുത്ത വിഷയം പറയുന്നില്ല. അപ്പം അങ്ങനെ സ്ഥിരപ്പെടാത്ത ഒരു വിഷയം കാരണത്താൽ പല പണ്ഡിതന്മാരും അത് ചെയ്യേണ്ടതില്ല എന്നാണ്. എന്നാൽ ആ ഹദീസ് സഹിയാണെന്ന് മനസ്സിലാക്കുന്നവർ ചെയ്യാമെന്ന് പറയും.